വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഝട്പട്ട് ഔർ നട്ട്ഖട്ട് എന്ന പാഠഭാഗത്തു നിന്നും വരാവുന്ന 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി കാ അംശ് പഠിക്കർ നീച്ചെ ദിയേ പ്രശ്നോം കാ ഉത്തർ ലിഖേ. ഒരു സ്റ്റോറിയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻസ്, താഴെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേ കഹാം രഹത്തെ ദേ. അപ്പോൾ പാസേജ് വായിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും. പാസേജ് നോക്കാം. വോ ഏക് ഗാവ് മേ രഹത്തെ ദേ. അവർ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. സ്കൂൾ ദൂസരേ ഗാവ് മേ ദാ. സ്കൂൾ അടുത്ത ഗ്രാമത്തിലാണ്. വഹാൻ തക് പൈദൽ ജാന പടുത്താത. അവിടേക്ക് നടന്നു പോകേണ്ടി വരുന്നു. ജാത്തേ സമയ രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി ദി. പോകുന്ന വഴിക്ക് അവർ വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. പോക്കർ, ബർഗദ്, ഗേത്ത്, ബാഗ്, നാല ഔർ നദി. കുളം, അതുപോലെ ആൽമരം, വയല്, പൂന്തോട്ടം, അരുവി, നദി എന്നിവയൊക്കെ കാണുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വേ കഹാം രഹത്തെ ദേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ മാർക്ക് 1 മാർക്കാണ്. അവരെവിടെയാണ് താമസിക്കുന്നത്? ആൻസർ ഫസ്റ്റത്തെ ആ സെൻറ്റൻസിലുണ്ട്, വഹ് ഏക് ഗാവ് മേ രഹത്തെ ദേ. അതാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രാസ്തേ മേ ഉനെ ക്യാ ക്യാ ചീസേ മിൽത്തി ദി. വഴിയിൽ അവർ എന്തെല്ലാമാണ് കാണുന്നത്? അതിൻ്റെ ആൻസർ പാസേജിൽ ഏറ്റവും അവസാന ഭാഗത്തുണ്ട്. പോക്കർ, ബർഗദ്, ഗേത്ത്, ബാഗ്, നാല ഔർ നദി. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉനെ മേ നിഹിത് സർവനാം കോൻ ഹേ. ഉനെ ഓപ്ഷൻ ഇതാണ്, വേ ആണ് അതിൻ്റെ ആൻസർ വരിക. അടുത്തത് വീണ്ടും ഒരു പാസേജ് തന്നിട്ടുണ്ട്. ജട്പട്ട് കോ നട്ട്ഖട്ട് പർ ബഡാ ഗുസ്സ ആയ. ജട്പട്ടിന് നട്ട്ഖട്ടിനോട് ഭയങ്കര ദേഷ്യം തോന്നി. സോർസെ ചില്ലാക്കർ പോല, ഉറക്കെ വിളിച്ചു പറഞ്ഞു. അരേ ചോട്ടെ തും കഹാം നീച്ചെ ക്യാ കർ രഹേ ഹോ. നീ എന്താണ് അവിടെ ചെയ്യുന്നത്? നട്ട്ഖട്ടിനെ ചൗങ്ക് കർ ഊപ്പർ ദേക്ക. ദേഷ്യം അപ്പോൾ പെട്ടെന്ന് നട്ട്ഖട്ട് പേടിച്ചിട്ട് മുകളിലേക്ക് നോക്കി. നദി കിനാരെ രഖ അപ്പന ബസ്ത ഉടാനെ കിലെ ജുക. എന്നിട്ട് താഴെയുള്ള തൻ്റെ ബാഗ് എടുക്കാൻ കുനിഞ്ഞു. അചാനക് പാവ് ഫിസല ഔർ പാനി മേ ഗിര. പെട്ടെന്ന് കാല് വഴുക്കി വെള്ളത്തിലേക്ക് വീണു. അപ്പോൾ ചോദ്യം നോക്കൂ, നട്ട്ഖട്ട് കൈസേ പാനി മേ ഗിര. ആ ചോദ്യത്തിൻ്റെ മാർക്ക് 2 മാർക്കാണ്. അപ്പോൾ എങ്ങനെയാണ് വീണത്? അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തൊട്ടിട്ട് അതിൻ്റെ ആൻസർ എഴുതണം? അചാനക് പാവ് ഫിസല ഔർ പാനി മേ ഗിർപട. അത്ര എഴുതിയാൽ മതിയായിരിക്കും കേട്ടോ. അടുത്തത്, ഉസ് ദിൻ നട്ട്ഖട്ടിനെ ഡയറി ലിഖവ ഡയറി തയ്യാർ കരെ. അന്നത്തെ ദിവസം നട്ട്ഖട്ട് ഒരു ഡയറി എഴുതി. നട്ട്ഖട്ടിൻ്റെ ഡയറിയാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. 4 മാർക്കാണ് ഡയറിക്ക്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡയറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ, വാക്യ പിരമിഡ്ക്ക് പൂർത്തി കരെ. വാക്യ പിരമിഡ് ഉണ്ടാക്കാനാണ്, അതും 2 മാർക്കാണ്. നാവ് ചോടുതി, നട്ട്ഖട്ട് നാവ് ചോടുതി. അപ്പോൾ വഞ്ചി ഒഴുക്കി വിട്ടു. നട്ട്ഖട്ട് വഞ്ചി ഒഴുക്കി. ഇനി 3ഉം 4ഉം എന്ത് വരും? അപ്പോൾ ആദ്യം നട്ട്ഖട്ട് എന്ന് വന്നതുകൊണ്ട് മൂന്നാമത്തേലും നട്ട്ഖട്ട് എന്ന് തന്നെ ആദ്യം വരണം. കാരണം എപ്പോഴും കർത്താവ് സബ്ജക്റ്റാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ നട്ട്ഖട്ട്, പാനീമേ നാവ് ചോടുതി. അവിടുത്തെ അവസാനം നട്ട്ഖട്ട്, ബഹ്ത പാനീമേ നാവ് ചോടുതി. നട്ട്ഖട്ട് घर पहुंच कर सारी घटनाएं माम को बता दी. दोनों के बीच का बातचीत लिखी. കോൺവെർസേഷനാണ് എഴുതേണ്ടത്. നട്ട്ഖട്ടും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ, നമൂനയ്ക്ക് അനുസാർ ലിഖേ. ഗ്രാമർ വേർഷനാണ്. പാനി ബഹ്താ ഹേ, പാനി ബഹ് രഹാ ഹേ, നാവ് ചൽത്തി ഹേ. അപ്പോൾ എന്ത് വരും? നാവ് ചൽ രഹി ഹേ. അടുത്ത്, मान ले झटपट को स्कूल में बधाई समारोह हो रहा है, इसके लिए പോസ്റ്റർ തയ്യാർ കരെ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഝട്പട്ടിനെ സ്കൂളിലെ ആശംസ നൽകിക്കൊണ്ട് അനുമോദന ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു ബധായി സമാരോഹം നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററാണ്. അത് നമ്മൾ വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർ അത് കാണണം. 10ാമത്തെ ക്വസ്റ്റ്യൻ, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണ്, തിരഞ്ഞെടുത്തെഴുതാനാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് നോക്കുക. അതിന് മാർക്ക് 4 മാർക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടൽ 5 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മാർക്ക് കിട്ടണമെങ്കിൽ അതിൽ 4 ശരിയായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ 4 ശരിയായ പ്രസ്താവനകളാണ് എടുത്തെഴുതേണ്ടത്.
ഒന്ന്, दोनों भाई गाँव के स्कूल में पढ़ते थे. അത് ശരിയാണ്. നട്കട്ട് को गिट्टी पैराना आता है. നട്കട്ടിന് കല്ലെറിയാൻ അറിയാം. അത് ശരിയാണ്. बड़ा भाई पांचवीं कक्षा में पढ़ता है. ചേട്ടൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതും ശരിയാണ്. നട്കട്ട് ഹമേശ രോത്തെ സ്കൂൾ ജാത്താ ഹെ. അത് തെറ്റാണ്. നട്കട്ട് കരഞ്ഞിട്ടൊന്നുമല്ല സ്കൂളിൽ പോകുന്നത്. അവസാനത്തെ, ജട്പട്ട് കോ രാസ്തേ മേ കൈ ബാർ ചോട്ടേ കാ ഇന്തസാർ കർണ പड़ता है. ജട്പട്ട് കുറേ തവണ വഴിയിൽ നട്കട്ടിനെ കാത്തു നിൽക്കാറുണ്ട്. അപ്പോൾ അത് ശരിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ 4ാമത്തെ മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 25 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് നോക്കി പഠിക്കുക. നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ ബാക്ക്ചീത്ത്, അതുപോലെ പോസ്റ്റർ, ഡയറി എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.